ഇനി മുകളിലാണ് നമുക്ക് 1-2 ഫ്രൂട്ട് ഉള്ളൂ, എന്നാലും മുകളിലാണ് ഉള്ളത്. നോക്കാം. ഫ്രൂട്ടാണ് നമ്മൾ മുകളിൽ മെയിൻ ആയിട്ട് സെറ്റ് ചെയ്തേക്കണം. നല്ല വെയിൽ വേണ്ട ഒരു ഐറ്റം ആയതുകൊണ്ട് മുകളിൽ ടെറസുമ്പോ തന്നെയാണ് നമ്മളിത് വെച്ചേക്കണത്. നമുക്ക് ഫസ്റ്റ് ഫ്ലവർ ചെയ്തേക്കണതാണ് കേട്ടോ ഇത്. ഗൈസ്, നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തേക്കുന്നതാണിത്. ആദ്യത്തെ ഫ്ലവറും കിട്ടി. ഒരു 4 ഫ്ലവർ ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയെല്ലാം കൊഴിഞ്ഞു. എന്താ സംഭവം നമുക്കറിയില്ല. അപ്പൊ അത് ആകെ കിട്ടിയേക്കണ ഒരു ഫ്ലവർ ഇതാണ്. ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരുപാട് അങ്ങനെ വെള്ളം ഒന്നും വേണ്ട ഇതിന്. ആഴ്ചയിൽ ഒരിക്കലും മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല വെയില് വേണം. അപ്പൊ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ നമുക്കുള്ളത് ആകാശവെള്ളരി എന്ന് പറയും. ഞങ്ങൾ ഒരാളൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ തന്ന ഫ്രൂട്ടാണ് ഇത്, ആകാശവെള്ളരി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിച്ചിട്ട് ഉണ്ടായതാണിത്. നമുക്ക് ഉണ്ടായി കിട്ടി, 3-4 പ്രാവശ്യം ഉണ്ടായി കിട്ടി. അപ്പൊ അതിന്റെ ഫ്ലവർ ഇത് ഇങ്ങനെയാ, പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലവർ പോലെ വരും. കുറെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങയുടെ ഒക്കെ അത്രയും നല്ല വലിപ്പത്തില് കിട്ടും. വെറുതെ തിന്നാനും ടേസ്റ്റാണ്, ജ്യൂസ് അടിച്ചാലും നല്ലതാണ്, വെറുതെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. കറി വെക്കാം. നമ്മളിത് പടർത്താൻ വേണ്ടിയിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ നെറ്റ് കൊടുത്തതിൽ മാത്രം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് തോന്നി. ഉള്ളിലുള്ള ഫ്ലവറുകൾ പുറത്തേക്ക് കിട്ടത്തില്ല. നമുക്ക് സൈഡുകൾ മാത്രം നമുക്കതിൽ നിന്ന് ഫലം ഉണ്ടായി കിട്ടുള്ളൂ. ഇതിന്റെ മുകളിൽ നിന്ന് ഞാൻ താഴത്തേക്കുള്ളൊരു വ്യൂ ആണ് കാണിക്കണത്. നിറയെ മരങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, മുറ്റൊന്നും കാണാൻ പറ്റൂല കേട്ടാ. അതുപോലെയാണ് ഇവരുടെ ഫ്രണ്ട് കിടക്കണത്. കണ്ട മുന്തിരിയൊക്കെ അതേ മുകളിൽ കയറി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടാ. പേരയും മാവും എല്ലാം ഉണ്ട്. ഈ മുന്തിരിയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടാ, പക്ഷെ നമുക്ക് പറിക്കാറായിട്ടില്ല. അങ്ങനെ ഈ വീട് ചുറ്റും ഒരു കാടാണെന്ന് തന്നെ പറയാം. അതുപോലെയാണ് ഇവിടെ നട്ട് പിടിപ്പിച്ചേക്കുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴാണ് താഴത്ത് മുറ്റം കാണാത്ത രീതിയിലാണ് നിറയെ വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പുറമേ നോക്കുമ്പോ ഈ പറഞ്ഞ പോലെ വീട് ഒട്ടും കാണാൻ പറ്റൂല. റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുപോലാണ് എല്ലാം വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഇത് അത്രയും കെയർ കൊടുത്തിട്ട് എല്ലാം ചെയ്തിട്ടാണ് ഇത് പോണായത്. അപ്പൊ മനാഫിന് ആദ്യം 2 മാസം കൂടുമ്പോൾ ലീവിന് നാട്ടിൽ വരാം, അങ്ങനത്തെ ഒരു ജോബായിരുന്നു. ഇപ്പൊ ജോബില് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി 1 ഇയർ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളിക്ക് ടെൻഷനാണ് കേട്ടോ. ഇനിയിപ്പൊ ഇവളല്ലേ നോക്കണ ആള്, ഇതൊക്കെ എങ്ങനെയായി തീരുമെന്ന് അറിയാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ പുള്ളിക്ക് ഉണ്ട് കേട്ടോ. ആദ്യം എപ്പോഴും വരണത് കൊണ്ട് നന്നായിട്ട് ഇതിനെ കെയർ ചെയ്യാനും കെയറിങ് എല്ലാം ചെയ്യണത് കൊണ്ട് ഇത് നല്ല ഭംഗിയിൽ എല്ലാവരും ബഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് കൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇനി എന്തായി തീരുമെന്ന് അറിയാൻ പാടില്ല അവസ്ഥ. അപ്പൊ ഇവളാണ് ഇനി നോക്കണ ആള്. ഇനി ഇവക്കടെ കഴിവ് പോലെ ഇരിക്കും ഇതിലത്തെ ഓരോ മരങ്ങളും ചെടികളും എങ്ങനെയായി തീരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടത്തെ മണ്ണിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തും പിടിച്ചു കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കടൽ ഏരിയയാണ് നമ്മളുടെ ഇവിടെയൊക്കെ, പൂഴിമണ്ണായിരിക്കുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എന്തുണ്ടായി കിട്ടത്തുള്ളൂ. സാധാരണ നമുക്ക് കൽപ്പൊടി മണ്ണില് നട്ടു കൊടുത്താൽ മാത്രം മതി, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നന്നായിട്ടുണ്ടാവും. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ നോക്കണം. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നോക്കണത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടായി കിട്ടണത്. എല്ലാം എന്തായാലും നന്നായിട്ട് നമുക്കിപ്പോൾ നട്ടതെല്ലാവരും നമുക്ക് നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട്. അതങ്ങനെ നോക്കണത് കൊണ്ട് തന്നെയാണ്. എന്റെ കഷ്ടപ്പാടല്ല, ഹസ്ബൻഡിന്റെ കഷ്ടപ്പാട് തന്നെയാണ്. ആള് നന്നായിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇതിപ്പോ എല്ലാരും ഇങ്ങനെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോ ഞാൻ നോക്കണം, ഹസ്ബൻഡ് ഇനി അങ്ങനെ വരണില്ലല്ലോ, പിന്നെ ഞാൻ തന്നെ നോക്കണേനി. ഇതെല്ലാരും ഇതൊക്കെ എന്റെ തലയിലാണ്.